ഹായ് ഫണ്ടഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും ഫണ്ടഡേഴ്സ് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന 5 ഇയേഴ്സിന്റെ ഒരു ഫ്യൂച്ചേഴ്സിന്റെ പ്രൊഫം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കാണുന്ന ഒരു ന്യൂസ് ആണ്. കഴിഞ്ഞ ദിവസം അവരുടെ 10ാമത് വാർഷികമായിരുന്നു. അതായത് CFD തുടങ്ങിയിട്ട് 10 വർഷമായിരുന്നു. ആ ഒരു ദിവസം 17-ാം തീയതിയാണ് അവർ ഫ്യൂച്ചേഴ്സിന്റെ ഫെയിം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ അവരുടെ ഒത്തിരി ഒത്തിരി പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 5 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പേ ഔട്ടിന്റെ കാര്യത്തിൽ യാതൊരു റിജക്ഷനും ഇല്ലാതെയാണ് CFDയിൽ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നല്ല അത്യാവശ്യം നല്ല സ്കെയിലിംഗ് പ്ലാനും ആണ് CFDയിൽ അവരുടെ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് ഉള്ളത് തന്നെ. അതേപോലെ ട്രസ്റ്റ് പൈലറ്റിലാണെങ്കിൽ 4.8 ഇവർക്ക് റിവ്യൂസും കാര്യങ്ങളെല്ലാം ട്രസ്റ്റ് പൈലറ്റിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു FTMനേക്കാളും എല്ലാവരും ഇന്ത്യയിൽ ചൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അക്കൗണ്ട്സും കാര്യങ്ങളും എല്ലാം ഉള്ളത് ഈ 5 ഇയേഴ്സിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേ ഔട്ടിന്റെ റിജക്ഷൻ ഇല്ല. ഒരു ഫണ്ട് ട്രേഡറെ സംബന്ധിച്ച് പേ ഔട്ടിലൊന്നും റിജക്ഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ അവരുടെ കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. മറ്റു ഫേംസ് എല്ലാം കുറെ ഫേംസിന്റെ ഇതുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് വളരെ വീക്കാണ്. മിക്ക ഫേംസിന്റെയും എല്ലാം ബോട്ട് വഴിയുള്ള ചാറ്റിംഗ് കാര്യങ്ങളാണ്. പക്ഷേ ഇവർ റിയൽ ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ അവരായിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. ഞാൻ ഫ്യൂച്ചേഴ്സിന്റെ ഫേം എടുത്ത് നോക്കിയപ്പോഴാണ് മറ്റൊരു കാര്യം കണ്ടത്. ഇവരിൽ കുറച്ച് പ്ലാൻസ് എല്ലാം ചേഞ്ചസ് CFDയിലും വരുത്തിയിട്ടുണ്ട്. എന്താ CFDയിൽ അവർക്ക് ലൈവായിട്ടുള്ള ഫണ്ടഡ് ലൈവിലേക്ക് പോകുന്ന ഒരു ഓപ്ഷൻ, ഡയറക്റ്റ് ഫണ്ടിലേക്ക് പോകുന്ന ഇൻസ്റ്റന്റ് ഫണ്ടിങ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ അത് അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ മുമ്പ് ഒരു 10K മുതലായിരുന്നു ഇവരുടെ 2 സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 2.5K മുതൽ ഇവര് ഈ ഒരു 10ാമത് വാർഷികത്തിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2.5 മുതൽ 100K വരെയുള്ള അക്കൗണ്ട് സൈസ് അവർ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് 5K വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് CFDനെ നോക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $39 വരുന്നത്. മറ്റു എല്ലാ ഫേംസും പോലെ തന്നെയാണ് ഇവരും കൊടുത്തേക്കുന്നത്. $32 ഫിപ്സിന്റെ വരുന്നത്. എന്തായാലും $39 ഫിപ്സ് അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റു കുറെ നൂലാമാലകളൊക്കെ ഈ ഇടയായിട്ട് വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് CFDയിൽ ഇവരെ ഈ ഒരു പ്ലാൻ വളരെ നല്ലതാണ്. നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഫ്യൂച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കി പോവാണെന്നുണ്ടെങ്കിൽ ഇവർ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് 30% കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഡ്രോ ഡൗൺ എൻഡ് ഓഫ് ദ ഡേ ആണ്. അത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ന്യൂസ് ട്രേഡ് അലൗഡ് ആണ്. പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞാൽ ബ്ലാക്ക് ആരോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ഫ്യൂച്ചേഴ്സിന്റെ ഇതിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഒരു പ്രൊഫൈം ബ്ലാക്ക് ആയിട്ട് ടൈപ്പ് ആവുന്നത്. അത് തന്നെ ഇവർ മൊബൈലിൽ ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ട്രേഡ് ബോട്ടും ഒക്കെ കണക്ട് ചെയ്ത് ട്രേഡിംഗ് വ്യൂ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ബുദ്ധിമുട്ട്. ഈ MT5 ഒക്കെ നമ്മൾ ട്രേഡ് ചെയ്ത് പഠിച്ചേക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MT5 ഇതിനൊക്കെ നമ്മൾ കുറെ നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൊബൈലിലായിരുന്നു. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു വെബ് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ പ്രൊജക്ട് എക്സ് ആയിക്കോട്ടെ ട്രേഡ് ബോട്ടിലേക്കൊക്കെ പോകുമ്പോൾ കുറെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ ഇവർക്ക് മൊബൈലിൽ ആൻഡ്രോയിഡും ആപ്പിളിലും ഇവരുടെ ബ്ലാക്ക് ആരോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അതുപോലെ പേയ്മെന്റ് മെത്തേഡ് റൈസും ക്രിപ്റ്റോമാണ് ഇവർ കൊടുക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്കൊരു ആപ്പിളിനെ പോലെയാണ് ഇവർ ഒരു ബ്രാൻഡ് വെച്ചിട്ടാണ് ഇവർ പ്രൈസ് കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പോൾ ഇവർ പ്രൈസ് എല്ലാം ഭയങ്കര ഓവർ പ്രൈസ് ആയിട്ടാണ് നമുക്ക് തോന്നിയേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവരുടെ ഫ്യൂച്ചേഴ്സിന്റെ പ്ലാൻ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 2 പ്ലാനാണ് ഇവർക്കുള്ളത്. ഒന്ന് ബേസ് ക്യാമ്പും അതേപോലെ റിബേറ്റ് പ്ലാനാണുള്ളത്. ഇതൊരു ബീറ്റ വേർഷൻ ആയിട്ടാണ് ഇവർ ഇറക്കിയേക്കുന്നത്. അതിനുശേഷം പുതിയ അപ്ഡേഷനും കാര്യങ്ങളും ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ബേസ് ക്യാമ്പിനെ കുറിച്ച് നോക്കാം. നമ്മൾ എല്ലാവരും കമ്പാരിസൺ നടത്തുന്ന 50K വെച്ച് നോക്കുകയാണെങ്കിൽ 50K അക്കൗണ്ട് സൈസിൽ നമുക്ക് ടാർഗറ്റ് 6% ആണ് വരുന്നത്. അത് എല്ലാ ഫേംസും പോലെ 3000 ആണ് വരുന്നത്. അത് മാക്സിമം ലോസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് ഇവർ ഈ പ്രൈസിനെ ഇത് ചെയ്യുന്നത്. അത് മാക്സിമം ലോസ് എന്ന് പറയുന്നത് 3%. മിക്ക കമ്പനികളും നമുക്ക് 4% വരെ, അതായത് $2000 വരെയെങ്കിലും 50Kയിൽ നമുക്ക് തരാറുണ്ട്. ഇവിടെ നമുക്ക് $1500 മാത്രമേ ഇവർ ഡ്രോ ഡൗൺ നമുക്ക് മാക്സിമം ഡ്രോ ഡൗൺ വരുന്നത്. അപ്പൊ ഡെയിലി ഡ്രോ ഡൗണിനെ കുറിച്ച് ഇവർ മെൻഷൻ ചെയ്തല്ലോ. അപ്പൊ ഡെയിലി ഡ്രോ ഡൗൺ ഇവർ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതിൽ കൺസിസ്റ്റൻസി നേരത്തെ പറഞ്ഞാൽ 30% വരുന്നത്. കമ്മീഷൻ ഫുൾ കമ്മീഷൻ ആയിട്ടാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ കോൺട്രാക്ട് സൈസ് നമുക്ക് 4 മിനി വരെയും ചെയ്യാം. മിക്ക കമ്പനികളും 5 മിനി, അത് മിനി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാവരും ചെറിയ ലോട്ടായിട്ട് കണക്കാക്കുന്നത്. മിനി എന്ന് പറയുന്നതാണ് ഫ്യൂച്ചേഴ്സിൽ മെയിൻ ലോട്ടായിട്ട് കണക്കാക്കുന്നത്. അതായത് XIUSD ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൈസ് മുമ്പ് ഒരു 100 നിന്ന് 101 $100 കിട്ടുന്ന പോലെ ഇവിടെ മിനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മിനി ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100 നിന്ന് 101 വന്നു കഴിഞ്ഞാൽ $100 പ്രോഫിറ്റ് എന്ന ഒരു ബിഗ് സൈസ് ലോട്ടായിട്ട് തന്നെയാണ്, അഥവാ മെയിൻ ലോട്ടായിട്ട് തന്നെയാണ് മിനിനെ കണക്കാക്കുന്നത്. മൈക്രോ എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 0.01 ഒക്കെ ആയിട്ട് കണക്കാക്കുന്നത്. പ്രൈസ് ഇവിടെയാണ് പ്രൈസിന്റെ കാര്യത്തിലേക്ക് $100 വരുന്നത്. അപ്പൊ ഞാൻ ഈ $100 എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നോർമലി എല്ലാ ഫേമിന്റെയും ഒരു ബേസ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഏകദേശം വന്നിരുന്നത് $85 ഒക്കെ ആയിരുന്നു. പിന്നെ ടിക്സ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ട്രേഡ് ബോട്ടിന്റെ ഇഷ്യൂസ് വന്നു. അതിനുശേഷം മിക്ക കമ്പനികളും ഗോൾഡിലൊന്നും ഈ കമ്മോഡിറ്റീസിലൊക്കെ ട്രേഡിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്ന ഒരു നല്ലൊരു പ്രശ്നങ്ങളുള്ള ഒരു മന്തായിരുന്നു കഴിഞ്ഞ മന്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്ക കമ്പനികളിലും ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വച്ച് നോക്കുമ്പോൾ അവർ പ്രൈസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, പ്ലാനും ചേഞ്ച്
ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ കമ്പനികളിലെയും പ്ലാനിൽ കുറച്ച് പ്രൈസ് വേരിയേഷൻ ഒക്കെ ഒരു $5 $10 ഒക്കെ ഡിഫറൻസ് ഹൈക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ $100 മാത്രം കൊടുത്താൽ മതിയല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ടോപ്പ് സ്റ്റെപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ അതല്ല രസം. ഇവിടെ നമുക്ക് ആക്ടിവേഷൻ പാസ്സായതിനു ശേഷം നമ്മൾ $140 അടയ്ക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ഏകദേശം $240 എക്സ്പെൻസ് വരും. 50K അക്കൗണ്ട് എടുക്കാനായിട്ട് 240 അക്കൗണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏതൊരു കമ്പനിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രൈസാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആപ്പിളിന്റെ ഒരു ഇതിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബ്രാൻഡ് പ്രോമിസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ CFDയിലെ പേ ഔട്ട് റിജക്ഷനും ഒന്നും ഇല്ലാത്ത ഒരു ഫെയിം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നേക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രൈസിന് മറ്റു കമ്പനികളൊക്കെ ലൂസിഡ് ക്യാപിറ്റലൊക്കെ അതുപോലെ മൈ ഫണ്ട് ഫ്യൂച്ചറൊക്കെ ബേസിക് പ്ലാൻ $80-85 വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 50% ഈ രണ്ട് ഫേംസിലും കിട്ടും. ഇവിടെ നമുക്ക് ആകെ 5% ഇവരായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ ഓഫർ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോ ബേസ് പ്ലാനിനെ കുറിച്ചിട്ടാണ് ഇത്. അതേപോലെ മറ്റൊന്ന് റിബേറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടാണ്. ഈ റിബേറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ അവർ കമ്മീഷൻ കംപ്ലീറ്റ് നമുക്ക് ഇപ്പോൾ ഒരു ലോട്ട് മെയിൻ ലോട്ട് ഗോൾഡ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ $5 ഒക്കെ $10 ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്യും പ്രോഫിറ്റ് ആർ ലോസ് ആകുമ്പോൾ. പക്ഷെ ഇത് അവർ നമുക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. അപ്പൊ അതൊരു വലിയൊരു അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതേപോലെ തന്നെ അക്കൗണ്ട് സൈസ് ഒക്കെ സെയിം മോഡൽ തന്നെ ഡ്രോ ഡൗൺ എല്ലാം ഇതും ഈ കമ്മീഷൻ റിബേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ $300 എക്സ്പെൻസ് വരുന്നുണ്ട്. ഈ ഒരു $300 എക്സ്പെൻസ് വെച്ചിട്ട് ഈ 1500 ഡ്രോ ഡൗൺ വരുന്ന ഈ അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒട്ടും പറ്റുന്നില്ല. ഇവിടെ ആകെ ഒരു അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഇവരുടെ സ്കെയിൽ അപ്പ് പ്ലാൻ അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇവരുടെ പ്ലാറ്റ്ഫോമും അടിപൊളിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഇവിടെ നിന്നും മനസ്സിലായ ഒരു കാര്യം. അതേപോലെ കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 അക്കൗണ്ട് വരെയാണ് എന്തോ കോപ്പി ട്രേഡ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവര് രണ്ട് ഫ്യൂച്ചർ അക്കൗണ്ട് വഴിയാണ് കോപ്പി ട്രേഡ്. എനിക്ക് തോന്നുന്നു ഇവർ ബീറ്റ വേർഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്ലാൻസ് ആണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതോ ഇനി അക്കൗണ്ട്സ് ഒക്കെ വരുന്നതനുസരിച്ചിട്ടായിരിക്കും മാറ്റം ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. കൺസിസ്റ്റൻസി നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് 30% ആണ് വരുന്നത്. നമുക്ക് ഇവിടെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സ്കെയിൽ അപ്പ് പ്ലാൻ ആ ഒരു പ്ലാൻ മാത്രം സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഇതിനകത്ത് ആകെ ഒരു എന്താ പറയാ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ എന്നാലും ബെനിഫിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്കിപ്പോ സ്കെയിൽ അപ്പ് പ്ലാനിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമ്മളൊരു 10% പ്രോഫിറ്റ് മൈൽ സ്റ്റോൺ അച്ചീവ് ആണ് നമ്മുടെ അക്കൗണ്ട് സൈസ് നമുക്ക് 55,000 ബാലൻസ് പ്രോഫിറ്റ് ടാർജറ്റ് മീറ്റ് ചെയ്ത 55,000 നമ്മുടെ പേ ഔട്ട് എല്ലാം എടുത്തതിന് ശേഷം ഇത് കിട്ടും. അതിന് ഫസ്റ്റ് പേ ഔട്ട് എടുക്കുമ്പോൾ 52,000 ആണ് ഇവരുടെ ബഫർ സോൺ പറയുന്നത്. 52,000 മുകളിലുള്ള പേ ഔട്ട് എടുക്കുമ്പോൾ 50% നമുക്ക് കിട്ടുള്ളൂ ഫസ്റ്റ് പേ ഔട്ടിന്. അപ്പൊ നമ്മൾ 1000 എടുത്തു കഴിഞ്ഞാൽ 52,000 53,000 1000 നമുക്ക് വിഡ്രോ ചെയ്യാം. ഈ 1000 വിഡ്രോ ചെയ്യുമ്പോഴും നമുക്ക് 50% കിട്ടത്തുള്ളൂ. അപ്പൊ $500 നമുക്ക് ഫസ്റ്റ് പേ ഔട്ടിൽ ഇവർ തരത്തുള്ളൂ. അതും ഒരു എന്താ പറയാ മൊത്തം ഒരു നെഗറ്റിവിറ്റി ആണ് ഇതിലേക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. നമുക്ക് അല്ലെങ്കിൽ ഒരു 5 yearsന് ഇത്രയും നാള് ഞാനൊക്കെ നോക്കിയിരുന്ന ഒന്നാണ് 5 years വരുമ്പോൾ ഒരു അക്കൗണ്ട് ഒക്കെ എടുത്തിട്ട് ട്രേഡ് ചെയ്യാലോ പേ ഔട്ടിനൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അതിനുള്ള ഒരു അട്രാക്ഷൻസ് ഈ ഒരു പ്ലാനിലൊന്നും കാണുന്നില്ല. അതേപോലെ നമുക്ക് ജസ്റ്റ് സെക്കൻഡ് അക്കൗണ്ട് ഡിസേബിൾ നമുക്ക് നേരത്തെ പറഞ്ഞ 55,000 അക്കൗണ്ട് സൈസ് മാറും. പ്രോഫിറ്റ് സ്പ്ലിറ്റ് വരുന്നത് 80-20 ആണ് വരുന്നത്. സെക്കൻഡ് രണ്ടാമത്തെ ഫണ്ടഡ് ബാലൻസ് ആയിട്ട് കാണുമ്പോൾ ആദ്യം 50,000 അക്കൗണ്ട് സൈസ് അത് ബൈയിങ് പവർ ആയിട്ട് 52,500 പ്ലസ് പ്രീവിയസ് പ്രോഫിറ്റ് നേരത്തെ പ്രോഫിറ്റോടും കൂട്ടി ന്യൂ ബാലൻസ് ആയിട്ട് 56,500 ആയിട്ട് അക്കൗണ്ട് സൈസ് കിട്ടും. ഇതാണ് ആകെ സ്കെയിലപ്പ് പ്ലാനിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരോടും പറയാണ് നമുക്ക് ഇതൊരു വർത്ത് ആയിട്ടുള്ള ഒരു പ്ലാൻ കാര്യങ്ങളൊന്നും നോക്കില്ല. ഈ 10ാമത് വാർഷികത്തിലെങ്കിലും അവർ നല്ല കുറച്ച് പ്ലാനും കാര്യങ്ങളും അല്ലെങ്കിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ചോദിച്ചാൽ അവർ ആകെ കൊടുത്തത് കുറച്ച് ഗീവ് അവേസ് ആണ് കൊടുത്തത്. കഴിഞ്ഞ 17-ാം തീയതി നടന്ന യൂട്യൂബിൽ നടന്ന ലൈവിൽ കുറച്ച് ഗീവ് അവേ അക്കൗണ്ട്സ് കൊടുത്തു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റും ഈ ഒരു അക്കൗണ്ട് കൊണ്ട് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പേ ഔട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് സ്കെയിൽ ചെയ്യാൻ പ്ലാൻ ഉള്ള ആൾക്കാർ നമുക്ക് എപ്പോഴും ഒരു ട്രേഡ് നമ്മൾ ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ ഡ്രോ ഡൗൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നെ സംബന്ധിച്ചൊക്കെ ഡ്രോ ഡൗണിന്റെ ഒരു നമ്മളൊരു മൊത്തത്തിലുള്ള ആവറേജ് എടുത്ത് നോക്കുമ്പോൾ ഞാനൊക്കെ ലോസിലേക്ക് വരുന്നത് 1,100 വരെയൊക്കെ ലോസ് വരാറുണ്ട്. ആ ലോസിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് പോകാറുണ്ട്. ചില സമയത്തൊക്കെ 1,200 ലോസ് വന്നിട്ട് പേ ഔട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നിങ്ങളെല്ലാവരും നിങ്ങളുടെയും എന്താ പറയുക ഡ്രോ ഡൗൺ ഒക്കെ എത്ര വരെ വന്നിട്ടുണ്ടെന്ന് നിങ്ങളുടെ എല്ലാ പ്രൊഫൈമിലും ചിലരൊക്കെ 20 അക്കൗണ്ട് ഒക്കെ എടുത്തതായിട്ട് ഗ്രൂപ്പിലൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ ഡ്രോ ഡൗൺ എത്ര അവർക്ക് മാക്സിമം എത്ര പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് മാക്സിമം ലോസ് പോയേക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു അനാലിസിസ് ഒക്കെ നടത്തി എത്ര ഡ്രോ ഡൗൺ വളരെ അതുകൊണ്ട് തന്നെ ഡ്രോ ഡൗൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചെറിയൊരു ഡ്രോ ഡൗൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രം എടുക്കുക. ഇനി സ്കെയിലപ്പ് ആണെങ്കിൽ തന്നെയും 10% കയറി പോരുന്നില്ല 55,500 എത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 55,500 വീണ്ടും 10 അങ്ങനെയാണ് ആ ഒരു രീതി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നമുക്ക് പെട്ടെന്നൊരു സ്കെയിലപ്പ് CFD പോലൊരു പെട്ടെന്ന് സ്കെയിലപ്പ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ചതിനു ശേഷം മാത്രം ഈ ഫ്യൂച്ചേഴ്സിന്റെ അക്കൗണ്ട് എടുക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.